ക്രിസ്മസ് ദിനത്തിൽ ബി.ജെ.പി. നേതാക്കൾ വീട്ടിലെത്തി കേക്ക് നൽകിയ സംഭവത്തിൽ വിശദീകരണവുമായി തൃശൂർ മേയർ എം കെ വർഗീസ്. തൻ്റെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും ഇടതുപക്ഷ നയമനുസരിച്ചുള്ള മികച്ച വികസന പ്രവർത്തനങ്ങളാണ് തൃശൂർ നഗരത്തിൽ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്മസ് ദിനത്തിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിൽ നിന്നും കേക്ക് വാങ്ങിയ മേയറുടെ നടപടി ആസൂത്രിതമാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ ആരോപിച്ചിരുന്നു. ഇതിനോടാണ് മേയർ പ്രതികരിച്ചത്. അതേസമയം മേയറെ പിന്തുണച്ച് CPIM CPI കൗൺസിലർമാരും രംഗത്ത് വന്നു. ക്രിസ്തുമസ് ദിനത്തിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വീട്ടിലെത്തി കേക്ക് നൽകിയ സംഭവത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് വിശദീകരണം നടത്തിയത്. തൻ്റെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പമാണ്. ഇടതുപക്ഷ നയമനുസരിച്ചുള്ള മികച്ച വികസന പ്രവർത്തനങ്ങളാണ് തൃശൂർ നഗരത്തിൽ നടപ്പാക്കുന്നത്. ക്രിസ്തുമസ് സ്നേഹമാണ് പങ്കുവയ്ക്കുന്നത്. ആ ദിവസം കേക്കുമായി വന്നവരോട് എൻ്റെ വീട്ടിൽ കയറരുത് എന്ന് പറയുന്നതല്ല എൻ്റെ സംസ്കാരം. താൻ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. പലരും വീട്ടിലേക്ക് വരാറുണ്ട്. ബി.ജെ.പിക്കാർ ചോദിച്ചിട്ടല്ല വീട്ടിലേക്ക് വന്നതെന്നും മേയർ പറഞ്ഞു. അത് ചോദിക്കേണ്ടത് അവരോടാണ്. നിങ്ങൾ ആസൂത്രിതമായിട്ടാണ് വന്ന് അന്നുള്ളത്. ഞാൻ എൻ്റെ വീടിനകത്ത് അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഒരു ദിവസമെങ്കിലും സമാധാനമായി ലോകരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ ഇവരാരോടും ചോദിക്കാണ്ട് കയറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത്, ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റൂ? മനസ്സിലായോ? അപ്പോൾ അവർ വന്നു, എനിക്കൊരു കേക്ക് തന്നു. ഒരു കേക്ക് ഞാൻ ദൈവത്തിനും കൊടുത്തു. ഇതാണോ തെറ്റ്? എന്നാൽ ക്രിസ്മസ് ദിനത്തിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് മേയർ കേക്ക് വാങ്ങിയ സംഭവം ആസൂത്രിതമാണെന്ന നിലപാടായിരുന്നു CPI നേതാവായ VS സുനിൽകുമാറിന്. അല്ല, മേയർ ചോറ് ഇവിടെയും കൂറ അവിടെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം. പക്ഷേ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശ്ശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല. അതൊക്കെ എനിക്കതിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല. അതേസമയം മേയറെ പിന്തുണച്ച് കോർപ്പറേഷനിലെ CPIM CPI കൗൺസിലർമാർ രംഗത്ത് വന്നു. മേയറോട് ചോദിക്കാതെ ബി.ജെ.പി. നേതാക്കൾ വീട്ടിൽ പോകുന്നു, അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നു. അതെല്ലാം ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ്. മേയറെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് CPIM നേതാവും കോർപ്പറേഷൻ കൗൺസിലറുമായ വർഗീസ് കണ്ണുകുളത്തി പറഞ്ഞു. സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം എന്ന രീതിയിൽ ഇതിൻ്റെ അകത്തെങ്ങാനും വീണ് കിട്ടിയാലോ? രാഷ്ട്രീയ പ്രക്രിയയിൽ അവർ ചെയ്യണേ. സുരേന്ദ്രൻ BJPയുടെ സ്റ്റേറ്റ് ഭാരവാഹിയാണ്. അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് വെച്ച് അദ്ദേഹത്തിനെ മേയറോട് ചോദിക്കാതെ മേയറെ വീട്ടിൽ പോകുക, കാണുന്നു, കണ്ട വിഷയം പരസ്യം ചെയ്യുക. പരസ്യം ചെയ്ത് അതിൻ്റെ അകത്തൊരു ക്ലിക്ക് കിട്ടിയാലോ? ഒരു ഗുണകരമായ. മേയർ സുരേഷ് ഗോപിക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിച്ചതായി അറിവില്ലെന്നും പാർട്ടി നിലപാട് പറയേണ്ടത് ജില്ലാ സെക്രട്ടറിയാണെന്നും CPI നേതാവും കൗൺസിലറുമായ I സതീഷ് പറഞ്ഞു. പലപ്പോഴും മേയറുടെ ചേംബറിൽ വരികയാണ് ഉണ്ടായത്. അല്ലാതെ മേയർ നേരിട്ട് BJPയുടെ ഓഫീസിൽ പോകുകയോ അങ്ങനെയൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല. സ്വതന്ത്രനായിട്ടാണ് ജയിച്ചു വന്നത്. 95 മുതൽ അയാൾ പല സമയത്തും അദ്ദേഹം കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ അതിനു മുൻപൊന്നും അദ്ദേഹത്തിനൊരു BJP ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. കൈരളി ന്യൂസ്, തൃശൂർ.